ബിജെപി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകാനാണ് ബിജെപിയുടെ തീരുമാനം. പാർട്ടിയിൽ അടിമുടി അഴിച്ചുപണിക്കും സാധ്യതയുണ്ട്. ജോർജ് കുര്യന് പകരം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഷോൺ ജോർജിനെ പരിഗണിച്ചേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വലിയ നേട്ടമുണ്ടാവുമെന്ന് സംസ്ഥാന വരണാധികാരി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ഇന്ന് ബിജെപിക്ക് മറ്റേതൊരു പാർട്ടിയോടും കിടപിടിക്കാനുള്ള കരുത്തുണ്ടെന്ന് മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. ബിജെപിയിൽ മാത്രമാണ് ഏതൊരു സാധാരണ പ്രവർത്തകനും അതിന്റെ ഏത് പദവികളിലും എത്തിച്ചേരാൻ കഴിയുന്ന ഒരേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഇന്ത്യയിൽ. ഇന്ന് അഭിമാനത്തോടുകൂടി കേരളത്തിലെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയോടും കിടപിടിക്കാൻ കഴിയുന്ന ജനപിന്തുണയും സംഘടനാ ശക്തിയുമുള്ള ഒരു പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇത്തവണ CPM-ന്റെ സംസ്ഥാന സമ്മേളനം 5 ദിവസം നടന്നു കൊല്ലത്ത്. 5 ദിവസത്തിൽ 3/4 സമയവും അവരുടെ പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗിന്റെ ഭാഗമായിട്ടുള്ള I am quite sure by now he has a clear blueprint about the development of the Kerala Bharatiya Janata Party and the entire Kerala's development. मुझे पूरा विश्वास है इनके लीडरशिप में भारतीय जनता पार्टी केरला will benefit a lot. ജി പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ പുതിയ അധ്യക്ഷൻ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ അധ്യക്ഷൻ തന്റെ കാലത്തുണ്ടാക്കിയ നേട്ടങ്ങൾ വിശദമായി തന്നെ പ്രസംഗത്തിൽ പറഞ്ഞു. എന്താണ് പുതിയ ആലോചനകൾ, പുതിയ പദ്ധതി എന്ന് രാജീവ് ചന്ദ്രശേഖർ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു? അശ്മതി, രാവിലെ 11:30 കൂടിയാണ് പ്രഹ്ലാദ് ജോഷി പുതിയ BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ പ്രഖ്യാപിച്ചത്. അതിനെ തുടർന്ന് നടന്ന യോഗം, ആ യോഗത്തിൽ യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രൻ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുകയായിരുന്നു സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കെ സുരേന്ദ്രന്റെ കാലത്ത് BJP വലിയ വളർച്ച നേടിയെന്ന് പ്രഹ്ലാദ് ജോഷി തന്നെ യോഗത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് ശ്രദ്ധേയമായത്. മാത്രമല്ല, ആ ബിസിനസ് രംഗത്ത് വലിയ വളർച്ചകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ രാജീവ് ചന്ദ്രശേഖരന് വലിയ നേതൃപാഠവുമുണ്ട്. അതിനനുസരിച്ച് ഉയരാൻ കഴിയും എന്നാണ് പ്രഹ്ലാദ് ജോഷി പറഞ്ഞത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇത് രണ്ടും തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. കെ സുരേന്ദ്രൻ 5 വർഷം പൂർത്തിയാക്കി സ്ഥാനം കൈമാറുന്ന സമയത്ത് ഒരു ഗ്രൂപ്പിൽപ്പെടാത്ത ഒരു പാർട്ടിയായി BJPയെ വളർത്താൻ കഴിയുമോ എന്നുള്ളതാണ് BJP നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനിലൂടെ നോക്കുന്നത്. അതിന് കഴിഞ്ഞാൽ തീർച്ചയായും BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സ്മൃതി.